ഡി ധനസുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ധനസുമോദ്, ഡി കെ ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ ആ കസേരയിലേക്ക് ഡി കെ എത്തും എന്ന് കരുതിയതാണ്. പക്ഷേ സിദ്ധരാമയ്യയെ അന്ന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ ഡി കെ വരുമ്പോൾ അതൊരു പുതിയ ചരിത്രമാണ് കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എത്രമാത്രം പവർഫുള്ളാണ് ഡി കെ എന്ന് നമുക്കറിയാം. ഡി കെ വരുമ്പോൾ കർണാടകയുടെ പുതുയുഗം എങ്ങനെയായിരിക്കും സുമോദ്? മഹേഷ് പോലൂർ, കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടർ എന്ന് അറിയപ്പെടുന്ന നേതാവാണ് ഡി കെ ശിവകുമാർ. കേവലം ഒരു കർണാടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ല. ഒരു രാജ്യത്ത് കോൺഗ്രസ് പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം അതിൽ മുന്നിൽ നിന്ന് നയിക്കാനായി ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു ഡി കെ ശിവകുമാർ. അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയായിരുന്നു നേരത്തെ 2023 അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ഏവരും കരുതിയിരുന്നത്. കാര്യം അദ്ദേഹം KPCC അധ്യക്ഷനായിരിക്കെ നടത്തിയ പോരാട്ടങ്ങൾ, ഈ BJP സർക്കാരിനെതിരെ നടത്തിയ വലിയ യുദ്ധങ്ങൾ, തെരഞ്ഞെടുപ്പ് പോരാട്ടം, ഇതിലെല്ലാം ഈ മുന്നിൽ നിന്ന് നയിച്ച ആൾ തന്നെയായിരുന്നു ഡി കെ ശിവകുമാർ. പക്ഷേ അതിനുശേഷം MLA-മാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞപ്പോൾ ഡി കെ ശിവകുമാറിന് കേവലം 27 MLA-മാരുടെ പിന്തുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 135 MLA-മാർ ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണലിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ VD സതീശൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 135 തന്നെയായിരുന്നു കൃത്യമുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല പല മത സാമുദായിക സന്തുലിതം കോൺഗ്രസിന് അക്കാലത്ത് കണക്കിലെടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ MLA-മാർ കൂടുതൽ പിന്തുണക്കുന്നവരാര് അവർ പിന്തുണക്കട്ടെ, ആ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു രീതിയിലാണ് എടുത്തത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ ഒഴിയുമ്പോൾ 108 അംഗങ്ങളുടെ പിന്തുണയാണ് സിദ്ധരാമയ്യക്കുള്ളത്. പക്ഷേ ഒരു കേരള മോഡൽ ഇവിടെയും ആവർത്തിക്കുകയായിരുന്നു. അതായത് നേരത്തെ ഡി കെ ശിവകുമാറിന് ഉറപ്പിച്ച ഒരു മുഖ്യമന്ത്രി പദമാണിത്, ഇത് ജനങ്ങളുടെ ആവശ്യം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുന്നത്. കാരണം 2.5 വർഷം വീതം 2 പേർക്കും എന്ന രീതിയിലായിരുന്നു ഊഴമിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ആദ്യത്തെ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ മുഖ്യമന്ത്രി പദം ഒഴിയാനായിട്ട് ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല സിദ്ധരാമയ്യ. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. കാരണം ഇപ്പോൾ തെലങ്കാന, കർണാടക, കേരള, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന്റെ ഭരണമുള്ളത്. അവിടെ തന്നെ OBC-യിലെ ഏക മുഖ്യമന്ത്രി താനാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് OBC-കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു വാദത്തിനും ഇത്തവണ അംഗീകാരം ഉണ്ടായിരുന്നില്ല. പകരം സിദ്ധരാമയ്യയെ രാജ്യസഭയിലേക്ക് അയക്കാം എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും സിദ്ധരാമയ്യ രാജ്യസഭയിലേക്ക് പോകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി 10:30 KC വേണുഗോപാലിന്റെ റിലീസിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സിദ്ധരാമയ്യയെ പ്രവർത്തക സമിതി അംഗമാക്കിയാണ്. അതേസമയം എല്ലാവിധ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡി കെ ശിവകുമാറിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നത് അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. ഗുജറാത്തിലെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗുജറാത്തിലെ കോൺഗ്രസ് MLA-മാരിൽ ഓരോ ദിവസവും ഓരോരുത്തർ പോയി BJP-യിൽ ചേരുന്ന ഒരു കാഴ്ചയും രാജിവെക്കുന്ന ഒരു കാഴ്ചയുമായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചത് ഡി കെ ശിവകുമാറിനെയായിരുന്നു. പിന്നീട് ഈ കർണാടകത്തിലെ റിസോർട്ടിലേക്ക് ഈ കോൺഗ്രസ് MLA-മാരെ മാറ്റുകയും അങ്ങനെ ഒരു റിസോർട്ട് രാഷ്ട്രീയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല വിപ്പ് കൊടുക്കാനായി ഈ ഡി കെ ശിവകുമാർ എത്തുകയും അങ്ങനെ MLA-മാരുടെ പോക്കറ്റിലേക്ക് വിപ്പിട്ട് കൊടുക്കുന്ന ഒരു ഡി കെ ശിവകുമാറിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പ്രതിസന്ധിയുടെ കയത്തിൽ നിന്നും അഹമ്മദ് പട്ടേലിനെ പോലെ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ കാര്യ സെക്രട്ടറിയെ, സംഘടനാ ജനറൽ സെക്രട്ടറിയെ MP ആയിട്ട് രാജ്യസഭയിൽ എത്തിക്കുകയും ആ രീതിയിൽ അമിത്ഷായുടെയും മോഡിയുടെയും എല്ലാവിധ ചാണക്യതന്ത്രങ്ങളെ ഇല്ലാതാക്കിയ ഒരു നേതാവ് കൂടിയായിരുന്നു. അതിന് അദ്ദേഹം വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് നേരെ ED റെയ്ഡ്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ ED റെയ്ഡ്, 1000 കോടിയിലധികം സാമ്രാജ്യമുള്ള വ്യവസായി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിവിധ തരത്തിലുള്ള റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തീഹാർ ജയിലിൽ ദിവസങ്ങളോളം കഴിയേണ്ടി
വന്നു. പക്ഷെ ആ പ്രതിസന്ധിയിൽ ഒന്നും തളരാതെ സാധാരണ പല നേതാക്കന്മാരും കോൺഗ്രസിലെ അശോക് ചവാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കാര്യം, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് കോൺഗ്രസ് നേതാവിന്റെ. പക്ഷേ ഈട് റെയ്ഡ് വരുന്നു, നിങ്ങൾക്ക് ജയിൽ വേണോ അതോ BJP ചേരണോ എന്ന ചോദ്യത്തിന് അശോക് ചവാൻ BJP